ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നല്ലൊരു മീൻ ഫ്രൈ ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മസാലക്കൂട്ടൊക്കെ പുരട്ടി വെച്ചിട്ടാണ് പിന്നെ മീൻ വറുക്കുള്ളൂ. സ്പെഷ്യലായിട്ട് വറുക്കുന്ന സമയത്തൊക്കെ കേട്ടോ, ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മീൻ ഫ്രൈന് ഞാനിവിടെ എടുത്തിരിക്കുന്ന മീനാണ് അയലമീൻ. അയലമീൻ 7 എണ്ണം കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ മീനൊന്നുമില്ല, വലിയ മീനൊന്നുമില്ല, ദശകട്ടുള്ള മീനൊന്നുമില്ല. ഏത് മീനിന് വേണമെങ്കിലും ഈ മസാലക്കൂട്ട് നമുക്ക് പുരട്ടി വെക്കാവുന്നതാണ്, പുരട്ടി ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് അയലമീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എപ്പോഴും ചെയ്യേണ്ടത് മുളക് പൊടി 2 ടീസ്പൂൺ. ഈ പറഞ്ഞ 7 മീനിനാട്ടോ ഞാൻ ഈ അളവ് പറയുന്നത്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം എന്താണ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ. ചിലവർക്ക് മഞ്ഞൾപ്പൊടി കൂടുതലുള്ളത് ഇഷ്ടമാണ് മീൻ ഫ്രൈ ചെയ്യുമ്പോഴേക്ക്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, കുറച്ച് വെള്ളം തളിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായി കൈ വെച്ചിട്ട് തന്നെ ആക്കുക. സ്പൂണൊക്കെ വെച്ച് ആക്കിയാൽ എനിക്ക് ചൂടാവില്ല. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കൽ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം തളിച്ചിട്ടോ ഇല്ലെങ്കിൽ വിനീഗറോ ലെമൺ ജ്യൂസോ എന്ത് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ വെള്ളത്തിലാണ് ഇങ്ങനെ മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഇതേ പാകത്തിനാക്കി എടുക്കുക. എന്നിട്ട് ഓരോ മീനിനെ നമ്മൾ ഇതിൽ ഇങ്ങനെ പുരട്ടി ആ മസാലയൊക്കെ ഉള്ളിൽ വരെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നാലാണ് കറക്റ്റായിട്ട് വറുക്കുമ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എല്ലാം അങ്ങനെ പുരട്ടി വയ്ക്കുക. ഒരു 1/4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് പുരട്ടി വെച്ചാലാണ് ഈ മസാലയൊക്കെ അതിൽ പിടിക്കുള്ളൂ. ഇപ്പോൾ സാധാരണ ഞാൻ കാലത്ത് പുരട്ടി വയ്ക്കും, ഉച്ചയ്ക്ക് എടുത്ത് വറക്കലാണ് പതിവ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മളുടെ മീമിയൊക്കെ ഇവിടെ സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പോൾ എനിക്കൊരു സമാധാനം സെറ്റായി കിട്ടിയെന്ന്. അപ്പം ഞാൻ മീനിനെയൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞ് ഒരു മസാലക്കൂട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 4 അല്ലിയോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളക്, ചെറിയ കാന്താരി മുളകായാലും കുഴപ്പമില്ല കേട്ടോ, എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂണോളം പെരിഞ്ജീരകം. അടുത്ത എന്താണ്, കാശ്മീരി ചില്ലി പൗഡർ. അതൊരു ടേസ്റ്റ് കൊടുക്കും, എരിവുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ യോജിച്ച് കിട്ടാനും നമുക്കൊരു മസാലക്കൂട്ടെന്ന് പറയുമ്പോൾ ഒരു കാണാനും ഭംഗി വേണം, കഴിക്കാനും ടേസ്റ്റ് വേണം, അതല്ലേ സംഭവം. അപ്പം അതിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിന്, ഈ മസാലക്കൂട്ടിന് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ അരച്ചെടുക്കുന്നത്, അരയ്ക്കല്ല, ഒന്ന് ചതച്ച പോലെയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അല്പം 1/4 ടീസ്പൂണോളം 1/2 ടീസ്പൂണോളൊക്കെ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കുക. അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന എന്താണ്, അയലക്കുട്ടന്മാരെ പുറത്തെടുത്തു. ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ വറക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു കടായി വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലോ ഗോൾഡിനോ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് മുക്കി പൊരിക്കുന്ന രീതിയൊന്നുമില്ല. സാധാരണ ഒന്ന് വറുത്തെടുക്കാനുള്ള ഷാലോ ഫ്രൈ അല്ല കേട്ടോ, കുറച്ച് ഡീപ്പ് ഫ്രൈ തന്നെ നമ്മൾ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. ഇപ്പം ഉണ്ടല്ലോ നമ്മളെ മീൻ ഫ്രൈ ആവണ മണം അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ പണ്ടത്തെ കാലം ഓർമ്മ വന്നേ. കാര്യം എന്താണെന്നറിയോ, എൻ്റെ വീട്ടിലധികം മീൻ വാങ്ങാറില്ല, വല്ലപ്പോഴേക്കും മീൻ വാങ്ങലുള്ളൂ. അപ്പോൾ തൊട്ടപ്പുറത്ത് അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ 12:30 ആവണ സമയത്ത് മീൻ വറക്കണ ഒരു മണം വരും. അപ്പോൾ ഞാൻ പറയും, മീൻ വാങ്ങാറുന്നില്ലേ എന്ന്. പണ്ട് അങ്ങനെ മീനൊന്നും വാങ്ങില്ല. ഇപ്പോൾ നമുക്ക് അത് വേണ്ട. ഇപ്പോൾ സ്ഥിരം കിട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് ഇതിനോടുള്ള ആ ഒരു കൊതിയൊക്കെ മാറി തുടങ്ങി. എന്നാലും ആ ഒരു ഓർമ്മ വന്നു കേട്ടോ ഈ മണം വന്നപ്പോൾ. നേരത്തെ ഒന്ന് അരച്ചു വെച്ച മസാലക്കൂട്ടില്ലേ, അതാണ് ഈ കാണുന്നത്. ഇതുപോലെ അങ്ങോട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അധികം അങ്ങോട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് പാകം. ഇപ്പോൾ ഒരു സൈഡായി കഴിഞ്ഞപ്പോൾ ഞാൻ മീനിനൊക്കെ മറിച്ചിടാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് മറിച്ചിടുക. പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭംഗി പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് മറിച്ചിടുക. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. ശരിക്കും വലിയ അയിലൊക്കെ എടുക്കുമ്പോൾ 2 മുറിക്കാം. അപ്പോൾ ഇത് അത്ര വലുതല്ല, എന്നാലും അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വലിയ അയിലയും അതുപോലെ വലിയ വലിയ മീനൊക്കെ ആണെങ്കിൽ നമുക്കത് ആവശ്യാനുസരണം പകുതിയാക്കി കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ആക്കി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ തന്നെ
മസാലക്കൂട്ടൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ദാ അയിലയായാലും ചാളയായാലും അതുപോലെ തന്നെ ചെയ്യുക. ചെറിയ ചെറിയ മീനൊക്കെ വെച്ചെങ്കിൽ അത് പുരട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം മറച്ചിട്ടു റെഡി ആവട്ടെ. 2 സൈഡും ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ ഓയിലുണ്ട് ഇല്ലേ, അതൊന്ന് മാറ്റി വയ്ക്കണം. അതായത് ഇത്രയും ഞാൻ മാറ്റുന്നുണ്ട്, കുറച്ച് അതിൽ കിടന്നോട്ടെ. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട്, അതായത് ചതക്കല്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളൂ, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ഈ നടുഭാഗത്ത് മീനൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ മീനുകളിൽ എല്ലാം ഒന്ന് പറ്റണ പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഈ മീനുകളിലേക്ക് ഈ മണമൊക്കെ സ്പ്രെഡാവും, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മസാല ജസ്റ്റ് ഒന്നാക്കി കൊടുക്കേ വേണ്ടൂ കേട്ടോ മീനിലേക്ക്. അല്ലാതെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് മുക്കി പൊരിക്കലൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് അതിലൊക്കെ പറ്റും. ഈ മസാല ശരിക്കും ഈ മീനുകളിലേക്കൊക്കെ ആവും. നമ്മൾ ജസ്റ്റ് ഈ കയ്യിലൊക്കെ വെച്ചിട്ട് ഒന്നാക്കി കൊടുത്താൽ മതി, പുരട്ടി ഇതേപോലെ അങ്ങോട്ട് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പുരട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ മസാല പിടിക്കുള്ളൂ. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒരു സൈഡൊക്കെ ആയി, ഇനി മറ്റേ സൈഡും കൂടിയും ഇതുപോലെ പുരട്ടിയെടുക്കാൻ നോക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമുക്ക് മീൻ ഫ്രൈ ചെയ്തിട്ട് ഈ സ്പെഷ്യൽ മീൻ ഫ്രൈന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നാലാണ് മനസ്സിലാവുള്ളൂ. വലിയ പാടൊന്നുമില്ലല്ലോ, അധികം എന്താ പറയുക, കുറേ അങ്ങനെ അരയ്ക്കണം, പുരട്ടി വെക്കണം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെന്താണ്, കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്റിന് നന്നായിട്ട് എനിക്ക് കമൻറ്റൊക്കെ കിട്ടി. അപ്പോൾ കുറേ സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാത്തത്, എന്താണ് എൻ്റെ പോരായ്മകൾ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുപോലെ തന്നെ പോയാൽ മതി. പിന്നെ എന്താ പറയുക, തിരുത്താനായിട്ടൊന്നും ആരും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക, കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. മെയിൽ ചെയ്യണവർക്ക് മെയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നാലല്ലേ എനിക്ക് തെറ്റൊക്കെ തിരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ആരും കാണാണ്ടാകുമ്പോൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചത്. അപ്പോൾ നമ്മൾ മീനിവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. മീനിവിടെ റെഡി ആയി കഴിഞ്ഞു. വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മൾ മൂടി വയ്ക്കുന്ന ഭാഗം പറയാൻ വിട്ടുപോയി. വേറെ ഒന്നുമില്ല, ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മീൻ സെറ്റായി കിട്ടും. അപ്പോൾ ഇത്രയേ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്